ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് നിലവിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിന്റെ 10 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ പുതിയൊരു നിയമ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനാണെങ്കിൽ വിവിധ വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകാനോ അതിലൊന്നും തലയിടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ ഒരു കാര്യമല്ല. ഇത് നാളെ എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ ചില സംഭവ വികാസങ്ങൾ മാത്രം നമുക്കൊന്ന് വിലയിരുത്താം. ആലുവയിൽ ഒരു ബംഗാളി, ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു അതിഥി തൊഴിലാളികളുടെ അവരുടെ ഫാമിലിയിൽ അവരുടെ കൂട്ടത്തിൽ അമ്മയുടെയൊക്കെ കൂടെ കിടന്ന ഒരു 5 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോയി ഒരു കടയുടെയൊക്കെ പുറകിൽ എവിടെയോ വിജന സ്ഥലത്തിട്ട് ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് വളരെ അതിക്രൂരമായിട്ട് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റേപ്പ് ചെയ്ത് അതിനെ കല്ലിന് തലക്കിടിച്ച് കൊന്ന് അതിനെ ചാക്കിൽ കെട്ടി വേസ്റ്റ് കൂനയിൽ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊന്നിട്ട് ജയിലിൽ പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം പരോളിന് വന്നപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കൊന്ന് ആ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന 2 പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം അനാഥമാക്കി ഒരുത്തൻ. മറ്റൊരുത്തൻ ഒരു സജീവ പാർട്ടി പ്രവർത്തകൻ, അവൻ 5 വയസ്സ് താഴെയുള്ളൊരു കുഞ്ഞിനെ ആഴ്ചകളോളം വെച്ചിട്ട് ബ്രൂട്ടൽ റേപ്പ് ചെയ്ത് അവസാനം അതിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അവരെയാണ് ഇന്ന് ജീവപര്യന്തമൊക്കെ ആയിട്ട് നീട്ടിക്കൊണ്ട് ജയിലിൽ വളരെ സുഭിക്ഷമായിട്ട്, അതായത് തിന്നും കുടിച്ചും വിശ്രമിച്ചും പറ്റുന്ന പോലെ ലളിതമായ രീതിയിലുള്ള തൊഴിലുകളൊക്കെ ചെയ്തും ഒക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് സർക്കാർ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് പരോളും ഒക്കെ കിട്ടുന്നുണ്ട്. ചിലപ്പം ജീവപര്യന്തമൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്നും കിട്ടിയാൽ ചിലപ്പോൾ അത് കുറച്ച് വർഷം കഴിയുമായിരിക്കും, പിന്നെ അവൻ്റെ നടപ്പും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ മനസ്സിൽ ഈ പകയും വൈരാഗ്യം വെച്ചുകൊണ്ട് ഈ ക്രിമിനൽ മൈൻഡുള്ള ഇവർ പുറത്തിറങ്ങിയിട്ട് ഈ പരോളിൽ ഇറങ്ങിയിട്ട് പിന്നെയും കുറ്റകൃത്യം ചെയ്യുന്നു. ഒരിക്കലും ഒരു സ്ത്രീയെ ബൈക്കിന് ഇതുപോലെ തന്നെ പുറത്തിറങ്ങിയ ഒരു കുറ്റവാളി ഒരു സ്ത്രീയെ ബൈക്കിൻ്റെ പുറകെ കയറ്റിക്കൊണ്ട് പോയിട്ട് അവളുടെ കഴുത്തിൽ കിടന്ന ആഭരണം എടുക്കാൻ വേണ്ടി അവളെ തോട്ടിക്കൊണ്ട് മുക്കിക്കൊന്നൊരു സംഭവം. അത് നമ്മൾ ഈ 2025 നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചൊരു സംഭവമാണ്, അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു രാഷ്ട്രീയ നേതാവ് യാതൊരു വിവേകവുമില്ലാതെ അയാൾ നടത്തിയൊരു പ്രസ്താവനയാണ് അവരൊക്കെ പാവങ്ങളല്ലേ എന്ന്. ഈ പാവങ്ങൾ ചെയ്ത പ്രവൃത്തികളിലെ ചില സാമ്പിൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. ഇവർക്കാണ് ഇന്ന് 620 രൂപ വരെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിയിരിക്കുന്നത്.